KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സാഹിത്യോത്സവങ്ങൾ സമാപിച്ചിട്ടും ആരവങ്ങളൊഴിയാതെ സോഷ്യൽ മീഡിയ ഖവാലി വൈറലാകുന്നു. കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതി. മുസ്ലിം സമുദായത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും പൊതു ആവശ്യമെന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മർക്കസ് നോളജ് സിറ്റിയിൽ ദുആ മജ്ലിസ് ഈ മാസം 4 വെള്ളിയാഴ്ച. പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ യാത്രാസംഘം പുറപ്പെട്ടു. ഹജ്ജ് വളണ്ടിയർ ജോലി വാഗ്ദാന തട്ടിപ്പ്. കസ്റ്റഡിയിലായ ആൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് മടി. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുമായി പുതിയ 1000 രൂപ നോട്ടുകൾ വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായുള്ള സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 4. വാർത്തകൾ വിശദമായി. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുമായി പുതിയ 1000 രൂപ നോട്ടുകൾ വൈകാതെ എത്തും. L എന്ന അക്ഷരവും വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള വലിപ്പത്തിൽ നോട്ടിന്റെ നമ്പറും എഴുതുന്നത് പുതിയ നോട്ടുകളുടെ പ്രത്യേകതയാകും. കള്ളനോട്ട് തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായാണ് നോട്ടിലെ നമ്പറിന് വലിപ്പത്തിന്റെ ആരോഹണക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി സീരീസിലാകും നോട്ടുകൾ പുറത്തിറങ്ങുക. സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ കറൻസി നോട്ടുകൾക്ക് ഈ സുരക്ഷാരീതി സ്വീകരിച്ചിട്ടുണ്ട്. 500ന്റെയും 100ന്റെയും നോട്ടുകളിൽ പരിമിതമായി ഈ സുരക്ഷാരീതി നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. ഹജ്ജ് വളണ്ടിയർ ജോലി വാഗ്ദാന തട്ടിപ്പ്. കസ്റ്റഡിയിലായ ആൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടി കാണിക്കുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഹജ്ജ് വളണ്ടിയർമാരായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് വൈമനസ്യം. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ മുക്കം മുത്തേരി പുത്തൻവീട് കോളനിയിലെ ജാബിറിന്റെ സഹായി സാദിഖിനെതിരെയാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത്. ഞായറാഴ്ചയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. തിങ്കളാഴ്ച വയനാട് പോലീസിന് കൈമാറിയ ഇയാളെ രാത്രിയോടെ പടിഞ്ഞാറേത്തറയിലെത്തിച്ചു. ചൊവ്വാഴ്ച രാവിലെ പടിഞ്ഞാറേത്തറ സ്റ്റേഷനിലെത്തിയ ആളുകൾ സാദിഖാണ് തങ്ങളിൽ നിന്ന് പണവും പാസ്പോർട്ടും കൈപ്പറ്റിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ടും തട്ടിപ്പിൽ ഇയാൾക്ക് പങ്കില്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ജില്ലയിൽ നിന്ന് വിവിധ ആളുകൾ ജാബിറിന് കൊടുത്ത 146 പാസ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പടിഞ്ഞാറേത്തറ പോലീസ് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തുകയും വയനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. വയനാട്ടിൽ പണവും പാസ്പോർട്ടും നഷ്ടപ്പെട്ടവരുടെ മുഴുവൻ പാസ്പോർട്ടുകളും ഇതോടെ തിരികെ ലഭിച്ചു. ഈ പാസ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടമകൾക്ക് തിരിച്ചു നൽകും. അതേസമയം ജാബിറിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമി ഇയാൾ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് കൈക്കലാക്കിയിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ തന്റെ ബന്ധുവിനും ഇയാൾ ഭൂമി സ്വന്തമാക്കി. അങ്ങനെ ലഭിച്ച 6 സെന്റ് ഭൂമിയിലാണ് ഇയാൾ വീട് വെച്ചത്. ഏറെ പാവപ്പെട്ടവർക്ക് സർക്കാർ പതിച്ചു നൽകുന്ന ഭൂമി സ്വന്തമാക്കി അവിടെ മണിമാളിക പണിതതിനെതിരെ മുക്കം പഞ്ചായത്തിൽ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ കല്ലുരുട്ടി NIT റോഡിന്റെ വികസനത്തിന് തടസ്സമാവും വിധം റോഡിൽ നിന്ന് 3 മീറ്റർ വിടാതെ റോഡിനോട് ചേർന്ന് വീട് നിർമ്മിച്ചതിനെതിരെയും പരാതിയുണ്ട്. എന്നാൽ ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തി ഇയാൾ വീട് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ പാർട്ടിയാണ് ഇയാൾക്ക് എല്ലാ സഹായവും നൽകുന്നത്. അതേസമയം ഇയാൾക്ക് ലഭിച്ച ഭൂമിയുടെ തൊട്ടടുത്തു തന്നെ മുൻ കലാതിലകത്തിന് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ റോഡിൽ നിന്ന് നിർദ്ദിഷ്ട അകലം പാലിച്ചില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ വീട് നിർമ്മാണം തടഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും പ്രതീക്ഷകളുടെയും സമ്മിശ്രാന്തരീക്ഷത്തിൽ ഹജ്ജ് ക്യാമ്പ് ഉണർന്നു. ഇനി 17 നാളുകൾ ഇവിടെ വിട പറയലിന്റെ വിങ്ങലും പ്രാർത്ഥനയും തിങ്ങി നിൽക്കും. സംസ്ഥാനമെമ്പാടു നിന്നും പിന്നെ ലക്ഷദ്വീപിൽ നിന്നും മാഹിയിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരും അവരെ യാത്രയക്കാനെത്തുന്നവരും ഉദ്യോഗസ്ഥരും സന്നദ്ധ സേവകരുമായി ഇനി 2 ആഴ്ചയിലേറെക്കാലം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരക്കിന്റെ നാളുകൾ.
ഒപ്പം സ്വീകാര്യമായ ഹജ്ജിനും സുരക്ഷിതമായ യാത്രക്കുമുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളും ഉയരും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരുമായി എയർ ഇന്ത്യയുടെ ആദ്യ വിമാനം ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സമുദായ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ തീർത്ഥാടക സംഘത്തെ യാത്രയാക്കാനെത്തിയിരുന്നു. ഹജ്ജ് തീർത്ഥാടകർക്കും അവരെ യാത്രയാക്കാനെത്തുന്നവർക്കുമായി വിപുലമായ സൌകര്യങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. എയർക്രാഫ്റ്റ് ഹാങ്കറും അനുബന്ധ സൌകര്യങ്ങളുമടക്കം 1.20 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്താണ് ഹജ്ജ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. താമസം, ഭക്ഷണം എന്നിവയ്ക്കും നിസ്കാരത്തിനും വിപുലമായ സൌകര്യങ്ങളാണ് ക്യാമ്പിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ബാഗുകളുടെ ചെക്ക് ഇൻ ക്യാമ്പിൽ തന്നെ നടക്കും. ദേശീയപാതയിൽ അത്താണി ജംഗ്ഷനിലും MC റോഡിൽ മറ്റൂർ ജംഗ്ഷനിലും തുടർന്ന് വിമാനത്താവളത്തിലേക്കുള്ള റോഡിലും ക്യാമ്പിലേക്ക് ദിശാസൂചകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്താവള ടെർമിനലുകളിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ നിന്നാണ് ക്യാമ്പ് നടക്കുന്ന മെയിന്റനൻസ് ഹാങ്കറിലേക്കുള്ള റോഡ്. ഹജ്ജ് ക്യാമ്പിൽ നിന്നുള്ള പ്രത്യേക ബസ്സിലാണ് തീർത്ഥാടകരെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കുക. 1-ാം നമ്പർ ഗേറ്റ് വഴിയാണ് പ്രവേശനം. ഹാജിമാരെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് രാവിലെ 10 മുമ്പ് നടപടിക്രമങ്ങൾക്ക് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകും. എമിഗ്രേഷൻ പരിശോധനയ്ക്ക് 4 പ്രത്യേക കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തരംഗമായി മാറിയ ഇക്കാലത്ത് സാമൂഹിക സേവനത്തിൽ സജീവമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും. മുഴുവൻ ഗ്രാമങ്ങളിലെയും സംഘടനാ പ്രവർത്തകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായി വെവ്വേറെ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമാണ്. വാട്സ്ആപ്പ് എന്തെന്നറിയാത്ത നിർധനരായ കുടുംബങ്ങൾക്കാണ് പലപ്പോഴും ഇത്തരം വാട്സ്ആപ്പ് കൂട്ടായ്മകൾ ആശ്വാസമേകുന്നത്. ഇത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഗ്രീൻ വോയ്സ് താമരശ്ശേരി വാട്സ്ആപ്പ് കൂട്ടായ്മ നടത്തുന്നത്. ജാതിമത ഭേദമന്യേ പുതുപ്പാടി പഞ്ചായത്തിലെ എലോക്കരയിലെ നിവാസികൾക്ക് തണലേകിയിരിക്കുകയാണ് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ. മുസ്ലിം ലീഗ് MLA C മോയിൻകുട്ടിയാണ് ഗ്രീൻ വോയ്സ് താമരശ്ശേരിയുടെ 3-ാം ഘട്ട റിലീഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. സൈബർ യുഗത്തിൽ സോഷ്യൽ മീഡിയ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് നജീബ് PC, അഷ്റഫ് കോങ്ങാട്, ഗ്രീൻ വോയ്സ് അഡ്മിന്മാരായ ഫയാസ് കോരങ്ങാട്, ബഷീർ, കുഞ്ഞുണ്ണി, റഹീം തുടങ്ങിയവരും ലീഗ് നേതാക്കളും പങ്കെടുത്തു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായുള്ള സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 4-ന്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. അറബ് മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തും. ഇതു സംബന്ധിച്ച വിവരം വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. 6 വൻശക്തി രാഷ്ട്രങ്ങളും ഇറാനും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ആണവ കരാർ US കോൺഗ്രസിൽ ചർച്ചയ്ക്ക് വരുന്നതിന്റെ തൊട്ടുമുമ്പാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഔദ്യോഗിക അമേരിക്കൻ സന്ദർശനം സംബന്ധിച്ച വിശദാംശങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. സെപ്റ്റംബർ 4-ന് പ്രസിഡന്റ് ബറാക് ഒബാമയുമായി വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തും. സിറിയ, യമൻ എന്നിവിടങ്ങളിലെ ആഭ്യന്തര കലാപവും ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇറാന്റെ ഇടപെടലുകളും ഇരു ഭരണാധികാരികളും ചർച്ച ചെയ്യും. സൗദി നയതന്ത്ര സഹകരണത്തിന് പ്രാധാന്യം നൽകുന്നതാണ് രാജാവിന്റെ സന്ദർശനമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോഷ് ഏണസ്റ്റ് പറഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സൌഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കും. ഇറാനുമായുള്ള കരാറിൽ നേരത്തെ തന്നെ സൗദി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതിനാൽ സൽമാൻ രാജാവിന്റെ അമേരിക്കൻ സന്ദർശനം ഏറെ പ്രാധാന്യത്തോടെയാണ് ഇറാനും മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. അലി AR നഗർ, KMIC ന്യൂസ്, ജിദ്ദ. RSC UAE നാഷണൽ സാഹിത്യോത്സവ് വിളംബരം ചെയ്ത് ഷാർജ സോൺ സംഘടിപ്പിക്കുന്ന സപ്ത പദ്ധതികളിലൊന്നായ ഗ്രാമസഞ്ചാരം സംഘടനയുടെ ഉത്ഭവഭൂമിയിൽ തുടക്കമായി. റോള സെക്ടറിലെ ഉമ്മുത്തറാഫ യൂണിറ്റിൽ നടന്ന പരിപാടി യൂണിറ്റ് ചെയർമാൻ കബീർ സഖാഫിയുടെ അധ്യക്ഷതയിൽ സോൺ കൺവീനർ നിസാർ പുത്തൻപള്ളി ഉദ്ഘാടനം ചെയ്തു. സെക്ടർ പ്രതിനിധി അൻവർ യാത്രാ സംഘത്തെ പരിചയപ്പെടുത്തി. സോൺ ട്രെയിനിംഗ് കൺവീനർ ബദറുദ്ദീൻ സഖാഫി വിഷയാവതരണം നടത്തി. ജീവിതഭാരം തലയിലേറി പ്രവാസികളായി കടന്നുവരുന്ന സഹോദരങ്ങൾക്ക് ധർമ്മപാത കാണിച്ച് അവരെ നേർവഴി നടത്താൻ സ്നേഹമെന്ന വജ്രായുധം കൈമുതലാക്കണമെന്ന് യാത്രാ നായകനും സോൺ ചെയർമാനുമായ ഷുഐബ് നഈമി പറഞ്ഞു. യാത്രാ സന്ദേശ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. യാത്രാ സംഘത്തെ യൂണിറ്റ് പ്രവർത്തകർ വിപ്ലവഗാനമുരുവിട്ട് സ്വീകരിച്ചു. സോൺ നേതൃത്വത്തെ നേരിൽ കണ്ട് ആശയ കൈമാറ്റം നടത്താനും പരസ്പര സ്നേഹം പങ്കുവെക്കാനും ലഭിച്ച ചാരിതാർത്ഥ്യത്തിലാണ് യൂണിറ്റ് പ്രവർത്തകർ. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ,
കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സാഹിത്യോത്സവങ്ങൾക്ക് സമാപനമായിട്ടും സോഷ്യൽ മീഡിയയിൽ സാഹിത്യോത്സവിന്റെ അലയൊലികൾക്ക് സമാപനമായിട്ടില്ല. ഈ പ്രാവശ്യത്തെ സാഹിത്യോത്സവിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു മത്സരമായിരുന്നു കവാലി. കണ്ണിനും കാതിനും നവ്യാനുഭവമായിരുന്നു കവാലി. പ്രവാചകന്മാരെയും മഹാന്മാരെയും പ്രകീർത്തിച്ച് പാടുന്ന സൂഫി സംഗീതമാണ് കവാലി. മർക്കസ് നഗരിയിൽ ആദ്യ ദിനം നടന്ന കവാലി മത്സരം കാണാൻ വേദി ഒന്നിൽ ശ്രോതാക്കളുടെ വൻ തിരക്കായിരുന്നു. 1ാം ക്ലാസ്സുകാരന്റെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയായിരുന്നു മത്സരം. പ്രവാചകന്മാരുടെയും അജ്മീർ ഖാജ, മൊഹീദ്ദീൻ ചിസ്തി എന്നീ മഹാന്മാരുടെ പ്രകീർത്തനങ്ങളായിരുന്നു അവതരിച്ചത്. സാഹിത്യോത്സവ മത്സരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ കവാലി മത്സരം നവ്യാനുഭവമുണ്ടാക്കിയെന്നും നല്ല നിലവാരം പുലർത്തിയെന്നും വിധികർത്താക്കൾ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കവാലിയുടെ അല്പഭാഗം കേൾക്കാം. बना दिया हो जाने इसी हरीब पे एहसान कर दिया नफ्से फकीर देके शहंशाह बना दिया हो जा दुखी को हो जा दुखी को हो जा दुखी का करम फरमा हो जमेर हो जा
ഖവാലി മത്സരത്തിൽ മലപ്പുറം ജില്ലയാണ് ഒന്നാം സ്ഥാനം നേടിയത്. മലങ്ക് എന്ന് തുടങ്ങുന്ന ഗാനം ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് അവതരിപ്പിച്ചത്. അബ്ദുൽ ബാഹിസും സംഘവുമാണ് ജേതാക്കളായത്. SSF മഞ്ചേരി ഡിവിഷൻ ട്രഷറർ ശിഹാബ് തോവക്കാടാണ് സംഘത്തെ പരിശീലിപ്പിച്ചത്. ഒന്നാം സ്ഥാനം നേടിയ സംഘത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓഫീസിൽ വിളിച്ചുവരുത്തി പ്രത്യേകം അഭിനന്ദിച്ചു. കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുനാനി മെഡിക്കൽ കോളേജ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ടാണ് യുനാനി മെഡിക്കൽ കോളേജ് വരുന്നത്. മർക്കസ് നോളജ് സിറ്റിയുടെ രണ്ടാമത്തെ പ്രൊഫഷണൽ കോളേജാണ്. അതിന്റെ പ്രിൻസിപ്പലാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ മൻസൂരി സാർ. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരത്തെ പുറത്തു പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും. ഇതോടുകൂടി മലയാളികൾക്ക് പഠിക്കാൻ സൗകര്യപ്പെടുന്നതിന് പുറമെ മറ്റ് സ്റ്റേറ്റുകാർക്കും കൂടെ മാതൃകയായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു യുനാനി മെഡിക്കൽ കോളേജായിട്ട് നടത്താനാണ് മർക്കസ് നോളജ് സിറ്റി ഉദ്ദേശിക്കുന്നത്. ഈ വർഷം മുതൽ മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കും. പ്രവേശന നടപടികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും പൊതു ആവശ്യം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരത്തെയും കണ്ടിട്ടുണ്ടെന്നും മുസ്ലിംകളുടെ പൊതുവിഷയം പ്രധാനമന്ത്രിയെ ഉണർത്തേണ്ടത് ബാധ്യതയാണെന്ന് ബോധ്യമായതിനാലാണ് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രിമാർ വന്നാൽ എല്ലാവരെയും ഞങ്ങൾ കാണാറുണ്ട്. കഴിഞ്ഞ കാലത്തും പ്രധാനമന്ത്രിമാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. മൻമോഹൻ സിംഗിനെ കണ്ടിട്ടുണ്ട്, വാജ്പേയിയെ കണ്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ ആ കാലത്തുള്ളവർ കണ്ടിട്ടുണ്ട്, രാജീവ് ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യൻ ജനതയുടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക സമുദായത്തിന്റെയും എല്ലാം വിഷയങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. ഒരു ഗൗരവമായത് പറയാനില്ല. രാജ്യത്തിന്റെ വിഷയങ്ങളൊക്കെ എപ്പോഴും ഗൗരവം തന്നെയാണല്ലോ. ആശങ്ക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആശങ്ക എന്നോ പ്രതീക്ഷ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക സമുദായത്തിന്റെയും കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യങ്ങൾ പൊതുവലും എല്ലാം കൂടിയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത്. അതൊരു ആശങ്കയുടെ പേരിലോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ പേരിലോ ഒന്നുമല്ല. ഒരു പുതിയ പ്രധാനമന്ത്രി വന്നാൽ ആ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇന്ത്യൻ മുസ്ലിംകളുടെ കാര്യം പ്രത്യേകിച്ചും മനസ്സിലാക്കി കൊടുക്കൽ മുസ്ലിം സമുദായത്തിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ നേതൃത്വം വഹിക്കുന്ന സുന്നി പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തിട്ടുള്ളത്. മർക്കസ് നോളജ് സിറ്റിയിൽ ദുആ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 4 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അസ്മാഉൽ ബദർ, ബുർദ, വിത്തിരിയ, ഹംസിയ, മുഹിദ്ദീൻ മാല, റിഫായ് മാല പാരായണവും സാദാത്തുകൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കുന്ന ദുആ മജ്ലിസും നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുമായി പുതിയ 1000 രൂപ നോട്ടുകൾ വരുന്നു. സാഹിത്യോത്സവങ്ങൾ സമാപിച്ചിട്ടും ആരവങ്ങളൊഴിയാതെ സോഷ്യൽ മീഡിയ ഖവാലി വൈറലാകുന്നു. പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ യാത്രാസംഘം പുറപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജായ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ അനുമതി. മുസ്ലിം സമുദായത്തിന്റെയും ന്യൂനപക്ഷങ്ങളുടെയും പൊതു ആവശ്യമെന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായുള്ള സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 4-ന്. ഹജ്ജ് വളണ്ടിയർ ജോലി വാഗ്ദാന തട്ടിപ്പ്. കസ്റ്റഡിയിലായ ആൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് മടി. മർക്കസ് നോളജ് സിറ്റിയിൽ ദുആ മജ്ലിസ് ഈ മാസം 4-ന് വെള്ളിയാഴ്ച. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്.
ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.